ശിവരാത്രി ദിനത്തിൽ ബാറിൽ നിന്നും പോലീസ് പിടിച്ചുകൊണ്ടുവന്ന് 2 യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചതായി പരാതി. കൊല്ലം അഞ്ചലിലാണ് സംഭവം. എന്നാൽ ബാറിൽ അടികൂടിയ യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത ശേഷം കേസെടുത്ത് ജാമ്യത്തിൽ അയച്ചതാണെന്നും പോലീസ് ഇവരെ മർദ്ദിച്ചിട്ടില്ലെന്നും അഞ്ചൽ സിഐ പറഞ്ഞു. അഞ്ചൽ സ്വദേശികളായ അനീഷ്, ആരിഫ് എന്നിവരാണ് പോലീസ് മർദ്ദിച്ചതായി പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. സ്റ്റേഷനിൽ എത്തിച്ച തങ്ങളെ 2 പോലീസ് ഉദ്യോഗസ്ഥരാണ് ലാത്തികൊണ്ട് മർദ്ദിച്ചതെന്നും മർദ്ദനത്തിൽ അവശരായ തങ്ങളെ പോലീസ് തന്നെയാണ് അഞ്ചലിലെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എത്തിച്ചതെന്നും പരാതിക്കാർ പറയുന്നു. എന്നാൽ ഇരുവരും സ്ഥിരം പ്രശ്നക്കാരാണെന്നും ഇതിൽ ആരിഫിന്റെ സഹോദരൻ MDMA കേസിലെ പ്രതിയാണെന്നും അഞ്ചൽ സിഐ ഹരീഷ് അറിയിച്ചു. മർദ്ദനമേറ്റ യുവാക്കൾ വീണ്ടും ചികിത്സ തേടിയിരിക്കുകയാണ്. അവിടെ കൊണ്ടുചെന്ന് ആദ്യം SI സർക്കിൾ എന്നെ ഒന്ന് അടിച്ച്, SI ഒന്നും ചെയ്തിട്ടില്ല, സർക്കിൾ എന്നെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് എന്നെ ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. എന്നെ ഇവനെ പട്ടി അടിക്കുന്ന കൗട്ടം അടിച്ച്. എന്താ കാര്യം എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല. ഹോസ്പിറ്റലിൽ പോയി, അഞ്ചൽ ഹോസ്പിറ്റലിൽ പോയി. അവിടെ ചെന്നിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ അതിന് പറഞ്ഞു പരാതിയും കാര്യങ്ങളൊന്നും വേണ്ട, കാര്യങ്ങളെന്ന് എനിക്ക് വേറൊരു പോലീസുകാരൻ എൻ്റെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് ഇങ്ങ് വന്ന് എൻ്റെ ഇവിടെ വന്നപ്പോൾ വൈഫ് കണ്ട് അത് എന്നെ ഒരുപാട് അടിച്ച്. എന്തിനാ അടിച്ചതെന്ന് എനിക്കറിയത്തില്ല. ലാത്തി കൊണ്ട് ചോദിച്ചാൽ നല്ല കനമുള്ള ലാത്തി കൊണ്ട് എൻ്റെ ഇതിനടിച്ചത്. ഞാൻ ആ 4 പെക്കി അടിച്ചത്. ഞാൻ ജോലിയും കഴിഞ്ഞിട്ട് വന്നതാണ്. മദ്യപിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞു. മദ്യപിച്ചിട്ടുണ്ട്, ബാറിൽ ഇരുന്ന് ഹൈബീസ് ബാറിൽ ഇരുന്ന് മദ്യപിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവിടെ അടി ഉണ്ടാക്കിയത്. പക്ഷെ അവിടെ നിന്ന് ഒരു പരാതിയും പോയിട്ടുമില്ല, ഞാൻ അറിഞ്ഞിട്ടുമില്ല, ഞങ്ങളാരും ഇച്ചിപ്പോൾ പറഞ്ഞിട്ടുമില്ല. ഇതിൽ വ്യക്തിവൈരാഗ്യം തീർക്കുന്നതൊക്കെ എന്നെ അടിച്ചത്. കാരണം പുള്ളിയെ സ്ഥിരമായിട്ട് കാണുന്നൊരു വ്യക്തിയാണ്. പുള്ളി എന്തിനാ എന്നെ അടിച്ചതെന്ന് എനിക്കറിയില്ല. ഉറപ്പായിട്ട് കാരണം എന്നെ അടിച്ചതിന് വെറുതെ എന്നെ എന്തിനാ കേട്ടോ ഇങ്ങനെ അടിച്ചത് എനിക്കറിയില്ല. കാരണം എനിക്ക് 2 കൊച്ചുങ്ങളുണ്ട്. കാരണം ഞാൻ മദ്യവെച്ചിട്ട് പറഞ്ഞ് എന്തിനാ ഇങ്ങനെ അടിക്കുന്നത്. എന്നാലും ശിവരാത്രി ആയിരുന്നു. പക്ഷെ വേറെ കാര്യമുണ്ട്, എന്നെ അടിച്ച 2 പോലീസുകാർ പൂസുമായിരുന്നു. എന്നെ അടിച്ചിരുന്ന പോലീസുകാർ പൂസുമായിരുന്നു. കാരണം എന്നെ മാത്രമല്ല അടിക്കുന്നത്, എൻ്റെ ഒരു സുഹൃത്തുമുണ്ട്, എൻ്റെ അനിയെ പോലെ കാണുന്നൊരു പയ്യനുമുണ്ട്. അവനും ഇതുപോലെ അടിച്ച്. അവന് ഞാനും കൂടെ പരാതി കൊടുക്കാനായിട്ട് ഇപ്പം പോകുന്നത്. ഞാനാണെങ്കിൽ അവിടെ വാതക്കലുണ്ടായിരുന്നു ഇവരെ സ്റ്റേഷനിലോട്ട് വണ്ടി കൊണ്ടുപോകുമ്പോൾ. ഞാൻ അത് കഴിഞ്ഞ് ഒത്തിരി തവണ അണ്ണനെ ഫോണിൽ വിളിച്ചിട്ട് എടുത്തില്ല. ഇടയ്ക്ക് വെച്ച് വിളിച്ചപ്പോൾ എടുത്തിട്ട് നമസ്കാരം പറഞ്ഞിട്ട് കട്ട് ചെയ്തു. ഞാൻ പിന്നെ കുഞ്ഞുങ്ങളുണ്ടായിരുന്നുകൊണ്ട് തിരിച്ചിങ്ങ് വീട്ടിൽ വന്ന് ഒത്തിരിയും പ്രാവശ്യം വിളിച്ചിട്ട് ഫോൺ ആരും എടുത്തില്ല. അത് കഴിഞ്ഞ് ഒരു 11-11:30 കഴിഞ്ഞപ്പോൾ അണ്ണ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു ഇന്നതുപോലെ സ്റ്റേഷനിൽ നിൽക്കുവാണെന്ന് പറഞ്ഞു. ഇതേപോലെ സ്റ്റേഷനിൽ നിൽക്കുമോ, എന്നെ ഇതേപോലെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി ഇവിടെ വന്നപ്പം ഇങ്ങനെ ഉപദ്രവിച്ചത് തന്നെ കാണിച്ചു. ഞാൻ കാണിച്ചപ്പോൾ സ്റ്റേഷനിൽ വിളിച്ച് ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തോത്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട്. അന്നേരം പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനുള്ള എന്നായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തിനെ ഉപദ്രവിച്ചെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു അത് നിങ്ങൾ അവരോട് ചോദിക്കാൻ പറഞ്ഞു. ഇതിപ്പോൾ ഇത്ര ഒരു ആളെ പിടിച്ചുകൊണ്ട് പോയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യം എന്തോ ഉള്ളത്? അത് ഞങ്ങൾ ഫാമിലിയായിട്ട് ഞങ്ങളവിടെ കെട്ടുകാഴ്ച കണ്ടുകൊണ്ട് നിന്നപ്പോഴാണ് പുള്ളി അകത്തോട്ട് കയറി പോയത്. പോയിട്ട് തിരിച്ചു വന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നിന്നത്. ഇതിപ്പോൾ ഈ പോലീസ് ഇങ്ങനെ കാണിച്ചത് എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്താ കാര്യത്തിനാണ് ഉപദ്രവിച്ചതെന്ന് അറിയാൻ വയ്യാത്തത്. ഒരാളെ ഉപദ്രവിക്കാൻ ഇങ്ങനെ ഉപദ്രവിക്കേണ്ട ആവശ്യമുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാവുന്ന കാര്യമുള്ളൂ. സാധാരണ എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ വീട്ടുകാരെ അറിയിക്കുന്ന പതിവ്. ഇത് വീട്ടുകാരെ വിളിച്ചത് പോലുമില്ല. ഒരു 7-8 മണി കഴിഞ്ഞപ്പോൾ കൊണ്ടുപോകാമെന്നാണ്. ആ സമയം കഴിഞ്ഞിട്ട് എത്ര നേരമായിട്ട് പോലും വീട്ടിൽ വിളിച്ചിട്ടില്ല. ഇന്നലെ പുള്ളി ഇവിടെ വന്നപ്പോഴത്തേക്കും 1:30 വീട്ടിൽ വന്നോന്നാണ് ചോദിച്ചത് അവർ. ഞാൻ പറഞ്ഞു വീട്ടിൽ വന്നിട്ട് കണ്ടിട്ടാണ് ഞാൻ വിളിച്ചതെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു നിങ്ങൾ അവരോട് ചോദിക്കാൻ പറഞ്ഞു. എൻ്റെ വലിയൊരു കേസ് പോലും അഞ്ച് സ്റ്റേഷനില്ല. ഉടുപ്പിട്ടോ പിന്നെ കാലിനോടോ വെള്ളയിലടിച്ചോ? ഇരുത്തിയിട്ടടിച്ചോ? അങ്ങനെ ഓ അവരുടെ പേരോ ഒന്നും അറിയത്തില്ലേ? പേര് ഞാൻ എനിക്കിപ്പം അറിയത്തില്ല. എനിക്ക് കണ്ടറിയാം. അഞ്ചലുള്ള ആളാണ്, 2 പേരും അഞ്ചലുള്ള ആളാണ്. ഒരു വെളുത്ത കഷണ്ടിയാണ്. വെളുത്ത കഷണ്ടി. പക്ഷെ അവനെ ഞാൻ കൊല്ലുകയാണ്, പച്ചയ്ക്ക് പറയും. കാരണം ഞാൻ എൻ്റെ കൊച്ചുങ്ങളോട് തന്നെ പിടിച്ചോണ്ട് പോയത്. പരാതി കൊടുക്കാൻ പോകും. ഫ്രണ്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയി അവിടെ സ്റ്റേഷനിൽ കൊണ്ടിട്ട് കുറേ നേരം വെറുതെ എടുത്തിട്ട് എന്തിനാ പിടിച്ചോണ്ടിരിക്കുന്നത് ചോദിച്ചപ്പോൾ നിനക്കൊക്കെ എന്തിനാ അറിയണമെന്ന് പറഞ്ഞ്
പിന്നെ സെല്ലിൽ നിന്ന് പിടിച്ച് പുറത്തിറക്കി മറ്റേ റെസ്റ്റോറൻറ്റ് അവിടെ കൊണ്ടുപോയി അടിക്കുകയുണ്ടായി. വേറെ പ്രത്യേകിച്ച് കാര്യം എന്തോ എന്തിനാ അടിക്കുന്നത്, കള്ളു കുടിക്കുന്ന തെറ്റാൻ എനിക്കറിയത്തില്ല. ഇപ്പോൾ കള്ളു കുടിക്കാനോ കൊണ്ട് അടിച്ചെങ്കിൽ എനിക്കറിയത്തില്ല. അവിടെ അടി ഉണ്ടാക്കിയെന്നൊക്കെയാണ് പറയുന്നത്. ബാറിൽ നിന്ന് ഞാൻ പുറത്തോട്ടിറങ്ങി വരുമ്പോൾ എന്നെ വന്നിട്ട് ഈ പാൻ്റെ സൈഡിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടങ്ങ് പോകാതിരുന്നു. എന്തോ കാര്യം എന്ന് പോലും ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. ഈ കാലിൽ ഇവിടെ ഇങ്ങനെ